ഹായ് ഗൈസ്, ഇതൊരു ഡൽഹി യാത്രാ അപാരതയാണ്. അപ്പോൾ കാണുന്ന പോലെ ഇത് എയർപോർട്ടാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായിട്ട് എല്ലാം ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് പോയി. എന്നിട്ട് ചെക്കിനും എല്ലാം കഴിഞ്ഞിട്ട് എനിക്കെല്ലാം പറ്റിയില്ല. കുഞ്ഞു കുഞ്ഞു പൊസിഷൻസ് കിട്ടിയതൊക്കെ എടുത്ത് ഞാനിങ്ങനെ നടന്ന് നീങ്ങുകയാണ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ നടക്കുന്ന എൻ്റെ എക്സൈറ്റ്മെൻറ്റായി കാണാം. അപ്പോൾ ഞാൻ ഫുള്ള് വീഡിയോ ചെയ്യാൻ പറ്റുന്നതൊക്കെ എടുത്തെടുത്ത് കയറുന്ന ഭാഗമാണ് ആദ്യമായിട്ട് അതിൽ കാലുകുത്തുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എക്സൈറ്റ്മെൻ്റ് ഒന്നും അധികം നിന്നില്ല. ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കയറി ഇരുന്ന് കഴിഞ്ഞ് പുറത്തുനിന്ന് ജസ്റ്റ് ആ വ്യൂ ഇട്ടിട്ട് പിന്നെ അവർ ഇൻസ്ട്രക്ഷൻസ് വന്നപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാറ്റിയൊക്കെ വെച്ച്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് വണ്ടി നീങ്ങി ഇച്ചിരി സ്പീഡിലൊക്കെ പോയിട്ട് ഒതുക്കിയിട്ടിട്ട് ഇതുപോലെ എന്തോ പണിയൊക്കെ തുടങ്ങി. വണ്ടിക്ക് എന്തോ ടെക്നിക്കൽ എററാന്ന് പറഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും അതിൽ നിന്ന് തിരിച്ചിറക്കി. ആ ഫ്ലൈറ്റ് എന്തായാലും ഇന്ന് ആ ഫ്ലൈറ്റിന് എന്തോ പ്രശ്നമാണ്. എല്ലാവരും തിരിച്ചങ്ങോട്ടേക്ക് പോകണമെന്നിട്ട് ഒരു ബസ് വന്ന് അതിൽ കയറിയിട്ട് തിരിച്ച് നമ്മളെ ആ ചെക്കിനൊക്കെ ചെയ്താൽ അതിൻ്റെ അവിടെ പുറത്തോട്ട് സിയാലിൻ്റെ അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആക്ച്വലി എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. പല ഭാഗത്തേക്ക് പല ആവശ്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ ഫ്ലൈറ്റ് ഇല്ലല്ലോ. പിന്നെ വേറെ ഫ്ലൈറ്റ് നോക്കി അന്വേഷിച്ച് വന്നിട്ടൊന്നും കിട്ടിയില്ല. ഫൈനലി നമുക്കൊരു അക്കോമഡേഷൻ തന്ന് പിറ്റേ ദിവസത്തേക്ക് ഫ്ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ രാത്രിയായിപ്പോവും. തന്ന അക്കോമഡേഷൻ്റെ വ്യൂ ആണിത്. ഭയങ്കര റിച്ച് സെറ്റപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലെ റൂം വ്യൂ ആണ്. ഞാനപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യണോണ്ട് എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പാട്ടോ. അപ്പം ഒറ്റയ്ക്കൊരു റൂം, അതും ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ മൊത്തം ഒരു റൂം ടൂറാണ് കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലും ഒരു ദിവസം എൻ്റെ പോയി. പക്ഷേ ലൈക്ക് മൈ സോളോ ട്രിപ്പ്, മൈ ഓൺ കൺവീനിയൻസ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ ചെന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലൈറ്റ്സ് ഇങ്ങനെ പോകുന്നത് കാണാൻ. ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ അടുത്ത ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ തുറന്നിട്ടാൽ നമുക്ക് ഇങ്ങനെ കാണാം. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുഴപ്പമില്ല, ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചും എൻജോയ് ചെയ്യാം. പിന്നെ എൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലൊരു ഇതുണ്ടായിരുന്നു, പൂളുണ്ടായിരുന്നു. അപ്പോൾ ആ പൂളാണ് ഈ കാണുന്നത്. ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിരുന്നു. മനുഷ്യന്മാരൊന്നും ഉണ്ടായില്ല ആ സമയത്ത്. പോയി എടുത്ത് ഒറ്റക്കായതുകൊണ്ട് ഇറങ്ങാനൊന്നും നിന്നില്ല. ഞാൻ തിരിച്ച് പിന്നെ പോന്നു. പിന്നെ ഫുഡ് രാത്രിത്തെയും രാവിലത്തെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ലൗഞ്ച് ബാറാണ്. അപ്പോൾ ഞാൻ ആംബിയൻസൊക്കെ സെറ്റായി കണ്ട് അവിടെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പോയി ഇതെൻ്റെ റൂമിൻ്റെ നൈറ്റ് വ്യൂ ആയിരിക്കും. അതെ, ഇത് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇതൊക്കെ എന്താണെന്ന്. ഓക്കെ, നൈറ്റ് വ്യൂ, ആ ഒരു ചില്ലിങ്. ഒറ്റയ്ക്കായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര എൻജോയിങ് ആയിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ ഒരു ദിവസം പോയി, അത് സത്യമാണ്. പക്ഷേ നമുക്ക് കിട്ടിയ പ്രിവിലേജസ് ഭയങ്കര അടിപൊളിയായതുകൊണ്ട് രസമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡേ തലേദിവസം അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ലെങ്കിലും ഞാൻ ഫ്ലൈറ്റിന് വേണ്ടി ടൈമിന് എണീറ്റ് അവിടെ എത്തി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ തലേദിവസത്തെ അത്രക്കൊന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ശരിക്കുമുള്ള ഫുഡ് സ്റ്റെപ്സാണ് കാണുന്നത്. ആൻഡ് ഞാൻ നടന്ന് നീങ്ങി അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട് കേട്ടോ, ദൈവമേ ഇനി ഇതും കിട്ടില്ലായിരുന്നു, ഇനി എന്തെങ്കിലും പ്രശ്നമാവുമോ.